എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു മഴക്കാലം തുടങ്ങി. അപ്പോൾ നമ്മൾ മഴക്കാലം തുടങ്ങുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് മീനുകളായിരിക്കും. അപ്പോൾ നമ്മളെല്ലാ പാടങ്ങളും ആറുകളും നിറഞ്ഞു തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മൾ വീണ്ടും ഒരു മീൻ പിടുത്തത്തിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇടാൻ പോണത്. അപ്പോൾ ഞാനും മിന്നൂസും അങ്ങനെയുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാലൂസിൻ്റെ വീടിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ അവിടെ മീനുകളൊക്കെ കയറി തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ഒരു വീഡിയോസ് പിടിക്കാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ നമ്മൾ വഴിയിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണ യാത്രയിലാണ്. പിന്നെ നമ്മുടെ പഴയ വീഡിയോസിൻ്റെ ക്ലാരിറ്റി ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ പോയ കേസ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ മൊബൈൽ നമ്മൾ കിടക്കണത് എവിടെയാണെന്ന് അറിയില്ലേ. അപ്പോൾ നമ്മൾ ആ മൊബൈൽ പോയ കാരണം ഇനിയിപ്പോൾ പെട്ടെന്നൊരു മൊബൈൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് നടക്കില്ല. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഷാലൂസിൻ്റെ മൊബൈലിലാണ് വീഡിയോസ് എടുക്കാൻ പോകണം കേട്ടോ. വീണ്ടും നമ്മൾ എടുക്കാറുള്ള മൊബൈൽ തന്നെയാണ്. പക്ഷേ മറ്റേ ഇത്തിരി കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ നല്ല മൊബൈൽ വാങ്ങി. പക്ഷെ അത് പോയി. അപ്പോൾ വീണ്ടും നമ്മൾ അതിലാണ് എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ വീഡിയോസിലേക്ക് കിടക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷാലൂസിൻ്റെ വീടിൻ്റെ അവിടെ എത്തി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസ് പിടിച്ച അതേ സ്ഥലത്ത് തന്നെ എത്തിയിട്ടാ. അങ്ങനെ ബാക്ക് സൈഡിലൊക്കെ അങ്ങനെ മീനുകൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിടിക്കുന്നുണ്ട് അവിടെ. നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ഷാലൂസിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ട് ഈ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് മിന്നൂസിനൊക്കെ ഇറക്കിയിട്ടാ. അപ്പോൾ ഷാലൂസിൻ്റെ അച്ഛനവിടെ ചാട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോവാട്ടാ. ശരി. ഇത്ര പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ വെള്ളം കയറാറില്ല കേട്ടോ. ഇതിപ്പോൾ മലവെള്ളം നന്നായിട്ട് മലയിലൊക്കെ മഴ പെയ്യുന്നുണ്ട്, കാട്ടിലൊക്കെ. അതാണ് വെള്ളം കയറിയിട്ടുള്ളത് കേട്ടോ. ഇത്ര പെട്ടെന്ന് കയറാറില്ലേ. പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ പോകുമ്പോ അങ്ങനെ വന്ന വഴിക്കാണ് നമ്മുടെ ഷാലൂസിൻ്റെ അച്ഛനും കിട്ടിയ കുറച്ച് വയമ്പും മറ്റേ പരലൊക്കെ ഇല്ലേ, ആ സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ബക്കറ്റിൽ കുറച്ചാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ട് ആളെ നോക്കി നിൽക്കണം കേട്ടോ. നിങ്ങൾ വന്നിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അത് കുറച്ച് പരലപ്പൊടിയും വയമ്പും. ചാടി പോയതോ ഉണ്ടായിരുന്നല്ലേ, ചാടി പോയതോ. ഷാലൂസിൻ്റെ അച്ഛൻ കിട്ടിയ ചാട്ടം കേട്ടത്. ആ ചാട്ടത്തിൽ കിട്ടിയ മീനുകളാണ് നമ്മൾ ബക്കറ്റിൽ കാണിച്ചത് കേട്ടോ. കുറേ പരല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാനാണ് ആ ചേട്ടൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ചേട്ടനെ നോക്കിയിട്ടാണ് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പരലും കൂടി പെട്ടെടുക്കണത്. അത് വല പൊട്ടിപ്പോയി. അപ്പോൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ആ ചേട്ടന് ഏകദേശം ഒരു 2 കിലോന് മേലിണ്ട്. ആ സാധനം എത്ര റേറ്റ് ഒന്നും ഞാൻ അറിയില്ല. അപ്പോൾ ആൾക്ക് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്രഷാണ് കേട്ടോ. അതിൻ്റെ പിടച്ചിൽ പോലും മാറിയിട്ടില്ല. ആ സാധനമാണ്. അതാ ഒക്കെ ചാട്ടത്തിൽ കിട്ടിയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കറി വയ്ക്കാൻ മീൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമാതിരി ചാട്ടം കൊണ്ട് കിട്ടിയാൽ മതി. ഇനി ചാട്ടം തൻ്റെ സമയം കഴിഞ്ഞാലും വല കൊണ്ടിട്ട് കഴിഞ്ഞാൽ കറി വയ്ക്കാനുള്ള മീൻ കിട്ടും, കൊടുക്കാനുള്ള മീനും കിട്ടും. അപ്പോൾ അത്യാവശ്യം പണിയില്ലാണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് വല ഇട്ടായാലും മീൻ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ചാട്ടം കിട്ടിയിട്ടായാലും ഇവിടെ മീൻ പിടിക്കാം. അത് കാരണം ഇവിടുത്തെ കാര്യം മീനിൻ്റെ കേസ് ഫ്രഷ് കഴിക്കാം ഇവിടെ. ഈ കാണുന്ന ആൾക്കാരൊക്കെ വെള്ളം ശരിക്കും ചാടി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ സ്റ്റാർട്ടിങ് തന്നെ മീൻ ഇങ്ങനെ കയറാറില്ലേ. ഇത് കാണുന്ന ആൾക്കാരൊക്കെ ഇതുമാതിരി ഇത് അറിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കാലത്തൊക്കെ മീൻ കിട്ടി, നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കഴിക്കാനും വറുത്ത് കഴിക്കാനും വെച്ച് കഴിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ട അതിവിടെയൊക്കെ വെള്ളം ഒലിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് വെള്ളം ആയിട്ടില്ല, കുറച്ചേ വെള്ളം വന്നിട്ടുള്ളത്. ഈ പശുക്കൾ ഇപ്പോഴും മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഞാനും മിന്നൂസും കൂടിയിട്ട് ഇങ്ങനെ കണ്ട നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ കുഴികളിലൊക്കെ വെള്ളമായിട്ടാണ്. ഈ വെള്ളമൊക്കെ ഇനി മഴ പെയ്യുമ്പോൾ കയറി വന്ന് വെള്ളയുടെ ഒപ്പാവും. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ള മാതിരി തന്നെ സംഭവം കണ്ട. ഈ വെള്ളമൊക്കെ ഇനി കയറി വരും. അപ്പോൾ ഇതിലൊക്കെ ഇനി മീൻ നിറയും. ഇപ്പം മീൻ ഇത്തിരി കയറ്റം കുറവാണ്. അത് കാരണം ഞങ്ങൾ നടക്കാറിങ്ങി. കാരണം പരലൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ കരിപ്പിടി കിട്ടുന്നുണ്ട്. പക്ഷെ കരിപ്പിടിയൊക്കെ കാലത്തൊക്കെ കയറിയ കരിപ്പിടി ഇഷ്ടംമാതിരി കിട്ടിയിട്ടുണ്ട്. പാപ്പനയിലൊക്കെ അവിടെ ബക്കറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടോ, ഇതാണ് നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പണിക്കാർ പോണ പാലണ അറ്റത്ത് കാണുന്നത്. അവിടെ ഒരു വഞ്ചി മൂടിയിട്ടിരിക്കണ അറ്റത്ത്. ആ മറ്റേ ഈ തെങ്ങിൻ്റെ പട്ട കൊണ്ടൊക്കെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയാണ് അതിന് മുകളിൽ പട്ടയിട്ടിരിക്കണത്. ഇതിൽ മൊത്തം വെള്ളമാകുമ്പോൾ ആ വഞ്ചിയിലാണ് എസ്റ്റേറ്റിലത്തെ തൊഴിലാളികൾ ഇവിടുന്ന് ഇവിടേക്ക് കടക്കൽ ആ വഞ്ചിയിലാണ്. എന്നിട്ട് എല്ലാവരും ജോലിക്ക് പോവുക. ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൊക്കെ ജോലിക്കാരുണ്ടാവും കാലത്ത്. അപ്പോൾ അത് കടത്തിലാണ് പണി. അല്ലെങ്കിൽ ആ പാലത്തമ്പഴാണ്ട് കയറും, അല്ലെങ്കിൽ ഈ പാടത്തോടെ കയറും. വെള്ളം അത്രയാകുമ്പോൾ ആ പാലത്തമ്പഴ കയറും. ഇതിലൊക്കെ വെള്ളം വരും. അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ. പിന്നെ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ പശുക്കൾ ഇതൊന്നല്ല, എല്ലാവർക്കും പശു, ആട് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ മീൻ പിടിക്കാനുള്ളൊരു അറ്റത്ത് നിൽക്കുന്നുണ്ട്.
അതിലിപ്പോൾ കയറണമെന്നില്ല, ഇങ്ങനെ പരല് കിട്ടുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ വെറുതെ കുത്തിമാന്തി നിൽക്കണമെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോസ് കേട്ടോ നമ്മുടെ. ഇവിടെ ഓരോ പശുക്കളപ്പം ഒരു 4 കൊക്ക് വീതം ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ ഓരോ പശുക്കളെടുത്ത് 4-5 കൊക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ മെല്ലെ തിരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഞാനും മിന്നൂസും കൂടിയിട്ട് മെല്ലെ നടന്നു തുടങ്ങിയിട്ടാണ്. അപ്പോൾ അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ വീഡിയോസ് ഇവിടെ നിർത്തണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മീൻ കയറ്റം ഇത്തിരി കുറവാണ്. അപ്പോൾ കുറച്ച് പരല് നമ്മുടെ അച്ഛന് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞാൽ നമ്മുടെ ശാലൂസിൻ്റെ അച്ഛനാണ്. പിന്നെ പാപ്പന് ഒരു ബക്കറ്റ് നിറച്ച് കരിപ്പിടി കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും വൈകുന്നേരം, അപ്പം ഇനി വൈകുന്നേരമായിരിക്കും ഞങ്ങളൊക്കെ ഇറങ്ങണത്. അപ്പോൾ വൈകുന്നേരം കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് വീഡിയോ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താം. ഓക്കെ.